മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിഷ്യൻ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകുകയാണ്. വൈദാ ദഖൽതൽ ബസറ, നിങ്ങൾ ബസറയിലെത്തിയാൽ, വസ്തഖ്ബലന്നാസ്, ജനങ്ങൾ നിങ്ങളെ സ്വീകരിച്ചാൽ, വസാറൂക്, അവരൊക്കെ നിങ്ങളെ കാണാൻ വന്നാൽ, വറഫൂ ഹഖ്ഖക്, നിങ്ങളുടെ അവകാശം അവർ മനസ്സിലാക്കിയാൽ, ഫൻസിൽ കുല്ല റജുലിൻ മിൻഹും മൻസിലതഹു, നിങ്ങളെ കാണാൻ വന്നവനാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആരെയും ഇൻസൾട്ടാക്കി പോകരുത്, ആരെയും ചെറുതായി കാണരുത്. ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. വാക്കിരിം അഹ്ല ശറഫ്, തങ്ങന്മാരെ ബഹുമാനിക്കണം, ബഹുമാനമുള്ളവർക്ക് ബഹുമാനം വകവെച്ചു കൊടുക്കണം. വഅള്ളിം അഹ്ലൽ ഇൽമ്, ഇൽമുള്ള ആളുകളെ ആദരിക്കണം. വഖ്തിരിസ്സുയൂഖ്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവർക്ക് നല്ല ആദരവ് നൽകണം. വലാത്തിഫിൽ അഹ്ദാസ്, ചെറുപ്പക്കാരോട് നല്ല പെരുമാറ്റമായിരിക്കണം. വതഖറബ് മിനൽ ആമ്മ, സാധാരണക്കാരുമായി പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയ നിങ്ങൾ അടുക്കാൻ നോക്കണം, അവരകറ്റരുത്. അവർ നന്നാകേണ്ടത് നിങ്ങൾ മുഖേനയാണ്, അതുകൊണ്ട് അവരുമായി അടുക്കാൻ നോക്കണം. വദാരിൽ ഫുജ്ജാർ, നിങ്ങളൊരു നാട്ടിൽ ചെന്നാൽ അവിടെ ചിലപ്പോൾ റൗഡികളുണ്ടാകും, അതേ തെമ്മാടികളുണ്ടാകും, കുറ്റവാളികളുണ്ടാകും. അവരെ പോയി പെട്ടെന്ന് ചീത്ത പറയുകയോ അവരെ നിന്ദിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ മെല്ലെ മെല്ലെ അവരുമായി അടുത്ത് അവരെ സോപ്പിട്ട് നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. വസ്ഹബിൽ അഖയാർ, നല്ല മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കണം. വലാ തതഹാവൻ ബിസുൽത്താൻ, അധികാരികൾക്ക് അവർക്ക് അവരുടെ അധികാരത്തിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കാതെ അവനെന്ത് അധികാരി, അവനെന്ത് കലക്ടറാണ്, അല്ലെങ്കിൽ അവനെന്ത് മന്ത്രിയാണ്, അവനെന്ത് രാജാവാണ്, അങ്ങനെ ഒരു ചിന്ത, അവരെ ഒരു നിസ്സാരപ്പെടുത്തുന്ന ചിന്ത നിനക്കുണ്ടാകരുത്. വലാ തഹ്ഖിറന്ന അഹദൻ യഖ്സിദുക, നിന്നെ കരുതി വരുന്ന ഒരാളെയും നീ ചെറുതായി കാണരുത്, നിസ്സാരപ്പെടുത്തരുത്. വലാ തുഖസ്സിറന്ന ഫീ ഇഖാമത്തി മവദ്ദതിക ഇയ്യാഹും, നീ അവരെ സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം, അതിൽ നീ പിന്നോട്ടടിക്കരുത്. വലാ തുഖ്രിജന്ന സിർറക ഇലാ അഹദിൻ, നിന്റെ രഹസ്യങ്ങളൊന്നും ആരോടും പറയാൻ പോകരുത്. ഇന്നത്തെ മിത്രം നാളെ ശത്രു ആയിക്കൂടുന്നില്ല, ഇന്നത്തെ ശത്രു നാളെ മിത്രമായിക്കൂടുന്നില്ല. നിന്റെ രഹസ്യങ്ങളൊന്നും കൈമാറരുത്. വലാ തസിഖന്ന ബി സുഹബത്തി അഹദിൻ ഹത്താ തംതഹിനഹു, നീ ഒരാളുമായും കൂടി ജീവിക്കുമ്പോ അദ്ദേഹം എന്തായാലും നിന്റെ ആളാണെന്ന ധാരണ, അദ്ദേഹത്തെ കുറെ കാലം പരിശോധിച്ച് പഠിക്കാതെ വന്നു ചേരുമ്പോൾ തന്നെ നീ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം എന്തായാലും എന്റെ അനുകൂലിയാണ് എന്ന ഒരു ചിന്തയിൽ നീ ഉറപ്പിക്കാൻ പാടില്ല. വലാ തുഖാദിം ഖസീസൻ വലാ വദിആ, നിന്റെ പരിചരണത്തിനും ഖിദ്മത്തിനും മോശക്കാരായ ആളുകളെ അതേ നീ ആക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം നിന്നെ സംബന്ധിച്ചുള്ള മതിപ്പൊക്കെ നഷ്ടപ്പെടാൻ കാരണമായി പോകും. അതിന്റെ പുറമെ മോനെ, വലാ തഖൂലന്ന മിനൽ കലാമി മാ യുൻകറു അലൈക ഫീ ളാഹിരിഹി, നീ എന്തു സംസാരം സംസാരിക്കുമ്പോൾ അതിന്റെ ബാഹ്യവശം നോക്കുമ്പോൾ ആ പറഞ്ഞ തെറ്റാണ്. പിന്നെ അതിന് നിനക്ക് കുറെ വ്യാഖ്യാനം പറയാനും വിശദീകരണം പറയാനൊക്കെ ഉണ്ടാവും ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ. അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അങ്ങനല്ല, ബാഹ്യവശം കേട്ടാൽ തന്നെ വിമർശനത്തിന് വകുപ്പുണ്ടാകുന്ന സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെയും കുറെ ഉപദേശങ്ങളുണ്ട്, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. വഅലൈക ബിൽ മുദാറാത്തി വസ്സബ്രി വൽ ഇഹ്തിമാലി വഹുസ്നിൽ ഖുലുഖി വസഅതി സ്വദ്രി, മോനെ നീ എല്ലാവരോടും നല്ല പെരുമാറ്റം നടത്തി
എല്ലാവരെയും നീ കയ്യിലാക്കാൻ നോക്കണം. അത് നിനക്ക് ദുനിയാവ് കിട്ടാനല്ല, നിന്റെ ഇൽമ് അവർക്ക് ഉപകരിക്കാനാണ്, നിന്റെ ഇൽമ് അവർ കേൾക്കാനാണ്, ആ ഇൽമ് കൊണ്ട് അവർ നന്നാകാനാണ്. വസ്സബിരി, നല്ല ക്ഷമയോടുകൂടെ ജീവിക്കണം. വലിഹ്തിമാൽ, ജനങ്ങൾ ഇങ്ങോട്ട് തെറ്റ് ചെയ്യുമ്പോൾ സഹിക്കാൻ നിനക്ക് സാധിക്കണം. വഹുസ്നിൽ ഖുലുഖി, നല്ല സ്വഭാവത്തിലുള്ള പെരുമാറ്റം വേണം. വസാതി സദ്രി, വിശാലമായ മനസ്സുണ്ടാകണം. അങ്ങനെ നിന്റെ പ്രവർത്തനവുമായി നീ മുന്നോട്ട് പോകണം മോനെ. നീ എപ്പോഴും മറ്റുള്ളവരോട് കടുപ്പം കൂട്ടാതെ റിഫ്കോടുകൂടെ തന്നെ നീ പ്രവർത്തിക്കണം. ഇങ്ങനെ ഉപദേശിച്ചിട്ട് മഹാനവറുകൾ പറയാണ്, വഅ്മദ് ഫീ സിയാറത്തി മൻ യസൂറുക മൻ ലാ യസൂറുക, നിന്നെ കാണാൻ വരുന്നവരെയും നിന്നെ കാണാൻ വരാത്തവരെയും നീ മനഃപൂർവ്വം സന്ദർശിക്കാൻ പോകണം. നിനക്കിങ്ങോട്ട് ഗുണം ചെയ്തു തന്നവനെയും നിനക്കിങ്ങോട്ട് ഉപകാരം ചെയ്യുന്നതിന് പകരം ഉപദ്രവം ചെയ്തവനാണെങ്കിലും രണ്ട് കക്ഷികൾക്കും നീ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കണം. ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നീ ഉളരണം. അതേ, നിന്റെ സഹോദരന്മാര്, നിന്റെ പരിചയക്കാർ ആരെങ്കിലും രോഗികളായാൽ നീ സ്വന്തം തന്നെ അദ്ദേഹത്തിന്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോകണം. നിനക്ക് പോകാൻ പറ്റാത്ത ചുറ്റുപാടുണ്ടാവുകയോ അല്ലെങ്കിൽ എപ്പോഴും ചെന്നു നോക്കാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ നീ മറ്റാളുകളെ പറഞ്ഞേച്ചിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ലഭിക്കേണ്ട സാന്ത്വനത്തെക്കുറിച്ചുമൊക്കെ ചിന്തയുള്ളവനും അതിൽ ശ്രദ്ധയുള്ളവനുമാകണം. വമൻ ഗാബ മിൻഹും ഫതഫഖദ് അഹ്വാലഹു, അതേപോലെ ഒരാളെ ഇപ്പോൾ കാണുന്നില്ല, സാധാരണ നിന്റെ കൂടെ നിസ്കരിക്കാനുണ്ടാകാറുണ്ട്, ഇപ്പൊ കുറച്ച് ദിവസമായി കാണുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, എന്താണ് അദ്ദേഹത്തെ ഇപ്പൊ പള്ളിയിൽ കാണാത്തത് എന്ന് നീ അന്വേഷിക്കണം. വമൻ ഖഅദ മിൻഹും അൻക ഫലാ തഖഉദ് അൻത അൻഹു, ഒരാൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആളായിരുന്നു, ഇപ്പോൾ നിന്റെ സദസ്സിൽ വരുന്നില്ല എന്ന് വിചാരിച്ച് നീ അദ്ദേഹത്തിന്റെ സദസ്സിൽ പോകാത്തവനാകരുത്. വസിൽ മൻ ജഫാക, നിന്നോട് പരുഷമായ സ്വഭാവത്തിൽ പെരുമാറുന്ന ആള്, അത് കുടുംബമാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരോട് നീ ബന്ധം അങ്ങോട്ട് ചേർക്കുന്നവനാകണം. അദ്ദേഹം പരുഷമായിട്ടല്ലേ പെരുമാറിയത്, അതുകൊണ്ട് ഇനി ഞാനും അയാളായിട്ട് ബന്ധമില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അക്രിമൻ അതാക്ക്, നിന്റെ സമീപത്ത് വരുന്നവനെ നീ ബഹുമാനിക്കണം. വഅഫു അമ്മൻ അസാഅ ഇലൈക, നിന്നോട് തെറ്റ് ചെയ്യുന്നവന് നീ വിട്ടുവീഴ്ച ചെയ്യണം. വമൻ തകല്ലമ മിൻഹും ബിൽ ഖബീഹി ഫീക, നിന്റെ എന്തെങ്കിലും ന്യൂനതകളോ നിന്റെ പോരായ്മകളോ നിന്റെ ബടക്ക് സ്വഭാവങ്ങളോ എടുത്തുകൊണ്ടൊരു മനുഷ്യൻ സംസാരിച്ചു എന്ന് നീ കേട്ടാൽ, നിന്റെ കുറ്റം ഒരാൾ പറഞ്ഞു എന്ന് നീ കേട്ടാൽ, ഫതകല്ലം ഫീഹി ബിൽ ഹുസ്നിൽ ജമീൽ, നീ അദ്ദേഹത്തിന്റെ നന്മ പറയണം. നിന്നെക്കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു എന്ന് നീ കേട്ടാൽ നീ അദ്ദേഹത്തിന്റെ നന്മ പറയണം. കുറച്ച് പണിയുണ്ട് കേട്ടോ ഈ ഉപദേശമൊക്കെ സ്വീകരിച്ച് നടക്കണമെങ്കിൽ. പക്ഷേ ദുന്യാവും ആഖിറവും വിജയിക്കാൻ ഈ മഹാന്മാരുടെ ഉപദേശം നമുക്ക് വലിയ ഫലം ചെയ്യും. വമൻ മാത ഖളൈത ലഹു ഹഖ്ഖഹു, ഒരാൾ നിന്നിൽ നിന്ന് മരിച്ചുപോയി, എന്നാൽ അദ്ദേഹത്തിന്റെ കടപ്പാടുകൾ വീട്ടാൻ നീ ശ്രദ്ധിക്കണം. വമൻ കാനത് ലഹു ഫർഹത്തുൻ ഹന്നൈതഹു ബിഹാ, ഒരാൾക്കൊരു സന്തോഷം ഉണ്ടായാൽ അദ്ദേഹത്തെ അനുമോദിക്കണം, അഭിനന്ദിക്കണം, ആശംസ പറയണം, അത് പ്രോത്സാഹന. വമൻ കാനത് ലഹു മുസീബത്തുൻ അസ്സൈതഹു അൻഹാ, ഒരാൾക്കൊരു മുസീബത്ത് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ കച്ചവടം നഷ്ടത്തിലായി പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കടക്ക് തീപിടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബന്ധത്തിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ രോഗത്തിന് പെട്ടു, അള്ളാഹു കാക്കട്ടെ, അങ്ങനെ വലുതും സംഭവിച്ചാൽ നീ അദ്ദേഹത്തിന് കണ്ണോക്ക് കാണാൻ പോകണം. വമൻ അസാബഹു ഹമ്മുൻ ഫതവജ്ജഅ ലഹു ബിഹി, അതേപോലെ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു വേദനയുണ്ടായാൽ നീ അതിൽ പങ്കുചേരാൻ നോക്കുകയും നീയും ആ വേദന പ്രകടിപ്പിക്കുകയും വേണം. ഇതുപോലെ
ആരെങ്കിലും നിന്നോട് സഹായ അഭ്യർത്ഥന നടത്തിയാൽ നീ അദ്ദേഹത്തെ സഹായിക്കണം. ഒമനിസ്തൻസറക ഫൻസുറുഹു, സഹായം ചോദിച്ചവനെ നീ സഹായിക്കണം. വാദിഹിരി തവദ്ദുദൈലന്നാസി മസ്തതഅത, കഴിവിന്റെ പരമാവധി ജനങ്ങളിലേക്ക് നീ സ്നേഹം പ്രകടിപ്പിക്കണം. വാഫ്സി സലാമ വലൗ അലാ ഖൗമിൻ ലിആ, നീ കണ്ടാല് സലാം പറയുന്നവനാകണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇനി ഒരുപാടുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഒരുപാട് ഉപദേശങ്ങൾ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നൽകുകയുണ്ടായി. ആ ഉപദേശങ്ങളൊക്കെ മഹാന്മാരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ അവസാനം പോകുന്ന സമയത്ത് ഒരല്പം സംഖ്യയും കൊടുത്ത്, അങ്ങനെ ഒരു നല്ല വസ്ത്രം കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടുകൂടെ യാത്രയാക്കുകയാണ് ശിഷ്യനായ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിനെ. അതിലിടക്ക് മഹാനവറുകൾ ഒരുപാട് ഉപദേശം നൽകി. 71ാമത്തെ ഉപദേശത്തിൽ കാണാം, വആസിർ അഹ്ലൽ അദിയാൻ, എല്ലാ മതക്കാരുമായും നീ നല്ല സൗഹൃദം പുലർത്തി ജീവിക്കണം. ഹസ്ബ മുആസറതിഹിം ലക, അവർ നിന്നോട് കാണിക്കുന്ന അതേ രൂപത്തിലുള്ള പെരുമാറ്റം നീ അങ്ങോട്ടും പ്രകടിപ്പിക്കണം. അതേ, ഫഇന്നക ഇൻ തമസ്സക്ത ബിവസിയ്യതി ഹാദിഹി, എൻ്റെ ഈ വസിയ്യത്ത് സ്വീകരിച്ച് നീ ജീവിച്ചാൽ, റജൗതു അൻ തസ്ലമ വതഈശ സാലിമൻ ഇൻഷാ അല്ലാഹ്, നീ രക്ഷപ്പെട്ടവനായും സുരക്ഷിതനായും വളരെ നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ثم إنه ليحزنني مفارقتك, മോനെ, എന്നിൽ നിന്ന് ഇൽമു പഠിച്ച നീ എന്നെ ഇപ്പോൾ വിട്ടുപിരിയുകയാണല്ലോ, അതെന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. മോനെ, നിനക്ക് പെട്ടെന്ന് എന്നെ എൻ്റെ അടുക്കൽ വരാൻ കഴിയൂലല്ലോ, അപ്പോൾ നീ എനിക്ക് കത്തയക്കണേ, കത്തയച്ചുകൊണ്ട് ബന്ധം നിലനിർത്തണേ. നിന്റെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കണേ. നീ എൻ്റെ മകനെ പോലെയാകണേ, എന്നിൽ നിന്ന് പഠിച്ച നീ എൻ്റെ മകനെ പോലെയാകണേ. നിശ്ചയമായി ഞാൻ നിന്റെ ബാപ്പയെ പോലെയാണ്. സുഹൃത്തുക്കളെ, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം അത് വലിയ ബന്ധമാണ്. ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. ആ ബന്ധം എപ്പോഴും മുതഅല്ലിമീങ്ങൾ കീപ്പ് ചെയ്യുകയും അങ്ങനെ ഉസ്താദുമാരുടെ പൊരുത്തത്തോടുകൂടി നല്ലത് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ.